നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിൽ ഇന്ന് റയൽ മാഡ്രിഡ് കളിക്കാൻ ഇറങ്ങുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഇത്തിഹാദിലാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ആ പോരാട്ടം. ദ്വിപാദ മത്സരമാണ്. ആദ്യ കളിയിൽ തന്നെ ആധിപത്യം പുലർത്താനായിരിക്കും ഇരു ടീമും ശ്രമിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പെപ്പിനോട് ചോദിച്ചു, ഇതൊരു ഡെർബി പോലെ ക്ലാസിക്കോ പോലെയായി മാറുന്നുണ്ടോ എന്ന്. അദ്ദേഹം ഏതാണ്ട് അതുപോലെ തന്നെയാണെന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞ ശേഷമാണ് ആഞ്ചലോട്ടിയുടെ പത്രസമ്മേളനം. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇത് ക്ലാസിക് പോരാട്ടമാണോ? ആഞ്ചലോട്ടി പറയുന്നു, യെസ്, ഇതിപ്പോൾ ഒരു ക്ലാസിക് പോരാട്ടം തന്നെയാണ്. നോക്കുക, ഈ ഒരു പോരാട്ടം ഞാൻ വിചാരിച്ചത് സെമി ഫൈനലിലോ ഒക്കെ നടക്കുമെന്നാണ്. പ്ലേ ഓഫിൽ നടക്കുക എന്നുള്ളത് സർപ്രൈസിങ് ആണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പ്ലേയിങ് എ പ്ലേ ഓഫ് എഗെയിൻസ്റ്റ് സിറ്റി ഈസ് എ ബിറ്റ് സർപ്രൈസിങ് ബിക്കോസ് ഇറ്റ് കുഡ് ബി എ സെമി ഫൈനൽ ഓർ എ ഫൈനൽ. പക്ഷേ ഇത് ഞങ്ങളുടെ ഫാൾട്ട് കൊണ്ട് സംഭവിച്ചതാണ് എന്നുകൂടി ആഞ്ചലോട്ടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ശരിയാണ്, 11ാം സ്ഥാനത്താണ് ആ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടം അവസാനിക്കുമ്പോൾ റയലുണ്ടായിരുന്നു. 1 പോയിൻ്റ് വ്യത്യാസത്തിലാണ് 8ാം സ്ഥാനം പോയത്. അതേസമയം സിറ്റി 22ാം സ്ഥാനത്താണ്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു പോരാട്ടം എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇത് ക്ലാസിക് പോരാട്ടമാണ് എന്ന് ആഞ്ചലോട്ടി പറയുന്നത് യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ പ്രസിദ്ധീകരിക്കുന്നു. ഇറ്റ് ഫീൽസ് ലൈക്ക് എ ക്ലാസിക്കോ. കാരണം ഞങ്ങൾ ഈ രണ്ട് ടീമുകൾ ഇപ്പോൾ ഈ കോമ്പറ്റീഷനിൽ കുറച്ച് വർഷങ്ങളായിട്ട് പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ഇതൊരു എൻ്റർടൈനിങ് പോരാട്ടമായിരിക്കും, ഒരു ഈവൺ ആയിട്ടുള്ള മത്സരമായിരിക്കും. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പോരാട്ടം, നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്. രണ്ട് ഹൈ ലെവൽ ടീമുകളാണ്. എന്തായാലും ബെസ്റ്റ് വേർഷൻ കളിക്കളത്തിൽ ഞങ്ങളുടെ ബെസ്റ്റ് വേർഷൻ പുറത്തെടുത്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ യൂഷ്വൽ ലെവലിൽ പ്രീമിയർ ലീഗിൽ കളിക്കാത്തത് എന്നുള്ളതാണ്. അവരുടെ കഴിഞ്ഞ 2-3 മത്സരങ്ങൾ ഞാൻ കാണുകയുണ്ടായി. വളരെ കോമ്പറ്റിറ്റീവായിട്ടുള്ളൊരു രൂപത്തിലാണ് അവർ കളിക്കുന്നത്. ആസ് ഓൾവേസ് അവർ കോമ്പറ്റിറ്റീവാണ്. അതുകൊണ്ട് തന്നെ അവർ സ്ട്രോങ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്ക് ഫാൻറ്റാസ്റ്റിക് പ്ലെയേഴ്സ് ഉണ്ട് എന്നുകൂടി ആഞ്ചലോട്ടി കൂട്ടിച്ചേർക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.